പഴയ അവസ്ഥയിലേക്ക് നിങ്ങളെത്തും. ശുദ്ധമായ മനസ്സ് നിങ്ങൾക്കുണ്ടാകും, ശക്തിയുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാകും, ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്കുണ്ടാകില്ല. നിങ്ങൾക്ക് വ്യവസായങ്ങൾ ചെയ്യാം, നിങ്ങൾക്ക് അന്യനാട്ടിൽ പോകാം, എന്ത് തൊഴിലും നിങ്ങൾക്ക് ചെയ്യാം. അതിനുള്ള അനുഗ്രഹം അള്ളാഹു തരികയും നിങ്ങളുടെ കുടുംബജീവിതത്തെ മെച്ചമാക്കി തരികയും ചെയ്യും എന്നുള്ളതിലും ഒരു തർക്കവും. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله ورحمة الله تعالى وبركاته. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു സമൂഹത്തിൽ അദ്ദേഹത്തിന് ഒരു ഭയപ്പാട് അങ്ങുണ്ടായെന്നിരിക്കട്ടെ. ആ ഭയപ്പാടെന്ന് പറയുന്ന പല രീതിയിലുള്ള ഭയപ്പാടുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഈ ഭയപ്പാടുകൾ ഈ മനുഷ്യനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു നിവൃത്തിയില്ലാത്തൊരു സാഹചര്യം ഈ ഭൂമി ലോകത്ത് ഉണ്ടാവുകയാണ്. കാരണം അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ പോകാൻ വലിയ ബുദ്ധിമുട്ട്, ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ട്, വ്യവസായിയാണെങ്കിൽ വ്യവസായം ചെയ്യാൻ ബുദ്ധിമുട്ട്, അതെല്ലാം മറ്റ് പുറം രാജ്യത്ത് എവിടെയെങ്കിലും പോയി 10 പൈസ ഉണ്ടാക്കാമെന്ന് കരുതിയാൽ അങ്ങനെ പോകാനും ബുദ്ധിമുട്ട്. എല്ലാ കൊണ്ടും വലഞ്ഞ് ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം തകരാറിലെത്തി തകർന്നു പോകുന്ന ഒരു അവസരം വന്നാൽ അർഹമർ-റഹീമായ തമ്പുരാൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ ഇറക്കിയിരിക്കുന്നു, അള്ളാഹുവിൻ്റെ ദിക്ർ ഇറക്കിയിരിക്കുന്നു. ഈ സമയത്ത് നീ ഈ ദിക്ർ ചൊല്ലൂ. ഈ ദിക്ർ നീ ചൊല്ലിയിട്ട് ഈ മനഃശുദ്ധിയോടുകൂടി ആത്മാർത്ഥമായിട്ട് നീ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ നിന്റെ ഈ ഭയപ്പാടിനെ അള്ളാഹു മാറ്റിത്തരുന്നതാണ്. അങ്ങനെ പലർക്കും അങ്ങനെ മാറ്റിയിട്ടുണ്ട്. പല പല സംഭവങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിൽ അങ്ങ് ലയിച്ചിരുന്നുകൊണ്ട് എല്ലാം അള്ളാഹുമാണ് നമുക്ക് ചെയ്തു തരുന്നത്. എൻ്റെ അള്ളാഹ് എന്നെ സഹായിക്കും, അള്ളാഹു എന്നെ സഹായിക്കും, നിശ്ചയമായും പടച്ച തമ്പുരാൻ എന്നെ സഹായിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ ദിക്ർ നിങ്ങൾ ചെല്ലുക. ഈ ദിക്ർ ചെല്ലിയിട്ട് പടച്ചവനോടങ്ങ് ദുആ ചെയ്യണം. ഈ ദിക്ർ കൂടുതലൊന്നും നിങ്ങൾ ചെല്ലണ്ട, ഒരു 51 പ്രാവശ്യം നിങ്ങൾ ചെല്ലിയാൽ മതി. വലിയ കൂടുതൽ ഭാഗങ്ങളൊന്നും ഉള്ളതല്ല, 1 or 2 ഒരു വരിയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ദിക്റാണ്. പക്ഷേ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു തീർക്കാനൊന്നും നമുക്ക് ആർക്കും കഴിയത്തില്ല, അത്രത്തോളം വലിയ അർത്ഥമുള്ളതാണ്. എങ്കിലും ഒരല്പ കാര്യങ്ങളെ നമുക്കിത് പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ദിക്ർ എന്ന് പറയുന്നത് ചെല്ലുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഒരു 51 പ്രാവശ്യം നിങ്ങൾ ചെല്ലിയിട്ട് നിങ്ങൾ ഒന്ന് ദുആ ചെയ്യണം. എങ്ങനെ ദുആ ചെയ്യണമെന്ന് ചോദിച്ചാൽ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് തുടങ്ങി അൽഹംദുലില്ലാഹിൽ അവസാനിക്കുന്ന ഒരു ഭാഗം ദുആ വന്നു കഴിഞ്ഞാൽ അള്ളാഹു തീർച്ചയായിട്ടും സ്വീകരിക്കുന്നതാണ്. ഒരു പക്ഷേ ഒരല്പ താമസം വന്നു എന്ന് വരും എന്ന് കരുതി നിങ്ങൾ മടിക്കേണ്ട. വീണ്ടും വീണ്ടും ഈ ദിക്റുകൾ എങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഈ ദിക്ർ അങ്ങനെ ചൊല്ലി വരുമ്പോൾ നിങ്ങളുടെ ഭയപ്പാടുകളെല്ലാം അള്ളാഹു മാറ്റിത്തരുന്നതാണ്. പഴയ അവസ്ഥയിലേക്ക് നിങ്ങളെത്തും. ശുദ്ധമായ മനസ്സ് നിങ്ങൾക്കുണ്ടാകും, ശക്തിയുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാകും, ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്കുണ്ടാകില്ല. നിങ്ങൾക്ക് വ്യവസായങ്ങൾ ചെയ്യാം, നിങ്ങൾക്ക് അന്യനാട്ടിൽ പോകാം, എന്ത് തൊഴിലും നിങ്ങൾക്ക് ചെയ്യാം. അതിനുള്ള അനുഗ്രഹം അള്ളാഹു തരികയും നിങ്ങളുടെ കുടുംബജീവിതത്തെ മെച്ചമാക്കി തരികയും ചെയ്യും എന്നുള്ളതിലും ഒരു തർക്കവുമില്ല. ഞാനതാ ഈ ദിക്ർ ചെല്ലാൻ പോകുന്നു. ഞാൻ ചെല്ലാൻ പോവുകയാണ്. അല്ലാഹുമ്മ ക്ഫിനീഹും ബിമാ ശിഅത, അല്ലാഹുമ്മ ക്ഫിനീഹും ബിമാ ശിഅത, അല്ലാഹുമ്മ ക്ഫിനീഹും ബിമാ ശിഅത എന്ന് 51 പ്രാവശ്യം നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ ചെല്ലണം. അതിനുശേഷവും നിങ്ങൾക്ക് ചെല്ലാം. അങ്ങനെ ചൊല്ലിയിട്ട് നിങ്ങൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭയപ്പാടെ ഞങ്ങൾ മാറ്റിത്തരികയും എല്ലാവിധ ഗുണങ്ങളും എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും തരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിൽ ലയിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഇത് ചെയ്യേണ്ടത്. അതിനുശേഷമുള്ള സമയങ്ങളിലും ഈ ദിക്ർ ചെല്ലുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ പറഞ്ഞ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. നല്ലതുപോലെ ചെല്ലുന്നതിനും അത് കേൾക്കുന്നതിനും പറയുന്നതിനും ഒക്കെയുള്ള അനുഗ്രഹം അള്ളാഹു നിങ്ങൾക്ക് തരട്ടെ. ഇത് ചെല്ലുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്നും കൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.